മസാല പറാട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഗോതമ്പ് പൊടി കുഴച്ച് വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് ഗോതമ്പ് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് എണ്ണ, ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. അതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കണം അതേപോലെ തന്നെ നന്നായിട്ട് കുഴച്ചെടുത്ത് ഇത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നന്നായിട്ട് കുഴച്ചിട്ടുണ്ട്, കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, ഇത് നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ചതാണ്, 1/2 ടീസ്പൂൺ ചാട്ട് മസാല, 1/2 ടീസ്പൂൺ സാമ്പാർ പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. അപ്പോൾ നമ്മൾ മാവ് കുഴച്ച് വെച്ചു, അതുപോലെ തന്നെ ഇപ്പോൾ മസാലയും റെഡിയാക്കി വെച്ചു. ഇനി ഇതിലേക്ക് വേണ്ടത് കസൂരി മേത്തി. കസൂരി മേത്തിക്ക് പകരമായിട്ട് വേണമെങ്കിൽ നമുക്ക് മല്ലിയിലയും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ. നമ്മൾ കുഴച്ച് വെച്ച മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് കുഴച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു 4 പറാട്ടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സൈസിൽ ഒരു 4 ഉരുളകൾ എടുക്കാം. കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. ഇനി നമുക്ക് ഒരു ഉരുള എടുത്തിട്ട് സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തണ പോലെ കുറച്ച് മാവിട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കാം. കുറച്ച് വലിയ വട്ടത്തിൽ പരത്തിയെടുക്കണം. നന്നായി പരത്തിയതിന് ശേഷം മേലെ നമുക്ക് നെയ്യ് പരട്ടി കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ, ഇതേപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തും പരട്ടി കൊടുക്കാം. നെയ്യ് പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണ മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ നമുക്ക് കസൂരി മേത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ കസൂരി മേത്തി ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് മല്ലിയില പകരമായിട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയില ആകുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കസൂരി മേത്തി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ നല്ലൊരു മണം വരും. ഇനി നമുക്ക് ഇത് പതുക്കെ ഇങ്ങനെ മടക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സാരിക്കൊക്കെ ഞൊറിയെടുക്കില്ലേ, അതേപോലെ തന്നെ അങ്ങനെ ഞൊറിഞ്ഞെടുക്കാം. ഒന്നിന് മേലെ ഒന്ന് വരണ പോലെ നമ്മളിങ്ങനെ മടക്കി എടുക്കുക. അവസാനം വരെ ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമ്മളിങ്ങനെ വെച്ചിട്ട് ആ മേൽഭാഗത്ത് വീണ്ടും നെയ്യൊന്ന് തടവി കൊടുക്കാം. തടവി കൊടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് നമുക്കിങ്ങനെ ചുരുട്ടി എടുക്കാം. അറ്റം വരെ നന്നായിട്ട് ചുരുട്ടിയിട്ട് അറ്റം ഭാഗം ഉള്ളിലേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തി പരത്തണ പോലെ കുറച്ച് പൊടി ഇടുക, എന്നിട്ട് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്നാവുമ്പോൾ നമ്മൾ തിരിച്ചിട്ടിട്ട് കുറച്ച് നെയ്യൊന്ന് തടവി കൊടുക്കാം. അങ്ങനെ 2 സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നെയ്യൊക്കെ പരട്ടിയിട്ട് നമ്മൾ 2 പ്രാവശ്യം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചിടണം. നമ്മൾ ഉള്ളിൽ മസാലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മുടെ ലെയറൊക്കെ നന്നായിട്ട് വിട്ട് വരും. ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട്. 2 സൈഡ് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾക്ക് എടുക്കാം. ഇപ്പോൾ കണ്ടോ, ദാ ഉള്ളിൽ ലെയറൊക്കെ അങ്ങനെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗോതമ്പ് പൊടി കൊണ്ട് നല്ല അടിപൊളി മസാല പറാട്ട ഉണ്ടാക്കി. ഇത് കഴിക്കാനായിട്ട് കറിയൊന്നും വേണമെന്നില്ല, വെറുതെ തൈര് മാത്രം കൂട്ടി കഴിക്കാം. നല്ല സ്വാദുണ്ട്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം.